ഉപവാസകന് വീണ്ടും പുരസ്കാരം. വിഷരഹിത കൃഷിയുടെ പ്രചാരകനായി, നാടൻ പശുക്കളുടെ സംരക്ഷകനായി, സാമൂഹ്യ പ്രവർത്തകനായി ജീവിതം നയിക്കുന്ന അജയൻ വലിയുഴുത്തിലിനെയാണ് സംസ്ഥാന സർക്കാർ ജൈവവൈവിധ്യ അവാർഡിനായി തിരഞ്ഞെടുത്തത്. 2024 സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡ് അവാർഡ് ഏറ്റുമാനൂർ അമൃതധാര ഗോശാല ഉടമ പുല്ലാട് വലിയുഴുത്തിൽ അജയന് ലഭിച്ചു. രണ്ടാം തവണയാണ് ഇദ്ദേഹത്തിന് ജൈവവൈവിധ്യ പുരസ്കാരം ലഭിക്കുന്നത്. പ്രവാസി വ്യവസായിയായ അജയൻ വർഷങ്ങളായി കൃഷിയിലും നാടൻ പശുക്കളുടെ പരിപാലനത്തിനും ഇവയുടെയെല്ലാം പ്രചാരണത്തിനുമായി ജീവിതം സമർപ്പിച്ചിരിക്കുകയാണ്. എഴുമറ്റൂരിലെ 38 ഏക്കർ സ്ഥലത്ത് പാറമടയോട് ചേർന്നാണ് അമൃതധാര ഗോശാല തലയുയർത്തി നിൽക്കുന്നത്. എനിക്ക് ഈ ജൈവ വൈവിധ്യ ബോർഡിൻ്റെ അവാർഡ് രണ്ടാം തവണയാണ് ലഭിക്കുന്നത്. നേരത്തെ 2015 ലഭിച്ചത്. 15 ഈ വിവിധങ്ങളായിട്ടുള്ള സസ്യലതാദികൾ സംരക്ഷിച്ചതിനാണ്. ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് നാടൻ ജനുസുകളുടെ, നാടൻ പശുക്കളുടെ സംരക്ഷകൻ എന്നുള്ള നിലയിലുള്ള അവാർഡാണ് ലഭിച്ചിരിക്കുന്നത്. ബെച്ചൂർ, കാസർഗോഡ് കുള്ളൻ, ഗുജറാത്തിലെ ഗീർ, വില്യാതിരി, കാങ്കേയം, തഞ്ചാവൂർ കൃഷ്ണപശു, പൊങ്കാനൂർ, റെഡ് സിന്ധി, ലാൽ ഹന്താരി, ഹള്ളിഗർ, സ്വർണകബാല, ചെറുവള്ളി തുടങ്ങി 19 വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട 700 പശുക്കളാണ് അമൃതധാരയിലുള്ളത്. ഈ പശുക്കളുടെ പാലും ചാണകവും മൂത്രവും ഉപയോഗിച്ച് നിരവധി ഉൽപ്പന്നങ്ങളാണ് ഇവിടെ നിർമ്മിക്കുന്നത്. നമുക്ക് അത്യന്താപേക്ഷിതമായ നിരവധി മരുന്നുകൾ ഈ ഗോമൂത്രത്തിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. 83 തരം മെഡിസിൻസ് പശുവിൻ്റെ മൂത്രത്തിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. എഴുമറ്റൂരിലെ കൂടാതെ പുല്ലാട് വീടിനോട് ചേർന്നുള്ള 12 ഏക്കർ സ്ഥലത്തും പശുപരിപാലനവും ജൈവ കൃഷിയുമുണ്ട്. വിഷരഹിതമായ കൃഷി മാതൃകയ്ക്കാണ് അജയൻ വലിയുഴുത്തിന് ആദ്യം ജൈവ വൈവിധ്യ ബോർഡിന്റെ അവാർഡ് ലഭിക്കുന്നത്. കൃഷിക്കൊപ്പം മണ്ണിനെയും പ്രകൃതിയെയും സംരക്ഷിക്കുക എന്നത് ഒരു നിയോഗമായി ഇദ്ദേഹം ഏറ്റെടുത്തിരിക്കുകയാണ്. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം മൂലം മണ്ണിന്റെ നഷ്ടമായ ചൈതന്യം വീണ്ടെടുക്കാൻ നാടൻ പശുക്കളുടെ ചാണകവും വട്ടയിലയും കൊന്നയിലയും ഉപയോഗിച്ച് രൂപപ്പെടുത്തിയ പ്രത്യേക വളവും ഗോമൂത്രവുമാണ് ഉപയോഗിക്കുന്നത്. ചാണകവളം ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അത് ഏറ്റവും നാച്ചുറലായിട്ടുള്ള ചാണകവളം. അത് വേറൊന്നും ലഭിക്കത്തില്ല. കാര്യം തണലത്തിട്ട് ഉണക്കുന്നതാണ്. തണലത്തിട്ട് ഉണക്കി അതിനെ ഒരു പ്രത്യേക ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് വട്ടയുടെ ഇലയും കൊന്നയുടെ ഇലയും കൂടെ ചേർത്തിട്ടുള്ള മിശ്രിതമാണ്. അത് അതിശ്രേഷ്ഠമാണ്. ഈ കൃഷിരീതിയും പശുവളർത്തലും പഠിക്കാൻ ഇതിനകം വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെ അനേകം ആളുകളാണ് എത്തിയത്. ഇതിനായി പ്രത്യേക സെമിനാർ ഹാൾ തന്നെ ഗോശാലയോട് ചേർന്ന് നിർമ്മിച്ചിട്ടുണ്ട്. പ്രകൃതി സംരക്ഷകൻ കൂടിയായ ഇദ്ദേഹത്തെ തേടി നിരവധി പുരസ്കാരങ്ങളും എത്തി. 7 അവാർഡുകൾ കേരള ഗവൺമെൻറ്റിൻ്റെ മാത്രം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. 7 അവാർഡ്. അതിൽ 2 ബയോഡൈവേഴ്സിറ്റി ബോർഡിൻ്റെയാണ്. പുതിയ ആശയങ്ങൾ കൊണ്ടുവന്നതിന് 2020 കേരള സർക്കാർ അവാർഡ് തന്നു. കേരള സർക്കാരിന്റെ 7 അവാർഡുകൾ, അംബേദ്കർ ദേശീയ അവാർഡ്, രാജസ്ഥാൻ, കർണാടക സർക്കാരുകൾ, കേന്ദ്ര സർക്കാരിന്റെ കാമധേനു തുടങ്ങി ഡസൻ കണക്കിന് അവാർഡുകൾ ഇതിനകം ലഭിച്ചു കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴഞ്ചേരി.